അഞ്ജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വീട്. ഞാൻ കിച്ചൺ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കണം, കിച്ചൺ പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റിയ ടിപ്സ് അങ്ങനെയൊക്കെ കുറച്ച് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതങ്ങനല്ല, വീടിൻ്റെ മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മുടെ വീട് എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതെല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ആരും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല എന്നല്ല ഈ വീഡിയോ ഇടുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. വൃത്തിയായിട്ട് വീട് സൂക്ഷിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്ക് ശരിക്കും അറിയാവുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഇത് കാണുമ്പോഴെങ്കിലും അവർക്കൊരു പ്രചോദനം കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടിടുന്നതാണ്. വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടവർ എപ്പോഴും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും അവർ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കും. അതിനകത്ത് എനിക്ക് തിരക്കായിരുന്നു, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല, ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന 100 കൂട്ടം ആൾക്കാരുണ്ട്. പക്ഷെ അതിനോടൊന്നും ഞാൻ യോജിക്കത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളതിന് സമയം കണ്ടെത്തി നമ്മളത് ചെയ്യുക തന്നെ ചെയ്യും അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് വൃത്തിയാക്കലിനെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതുണ്ടോ, ചെരുപ്പൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കാനായിട്ട് നമ്മൾ അനുവദിച്ചുകൂടാ കേട്ടോ. അപ്പം നമ്മളിതാ ചെരുപ്പൊക്കെ ഇതുപോലെ എടുത്തിട്ട് നമ്മളിതാ ഈ സ്റ്റാൻഡിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അവിടെ നമ്മുടെ അടങ്ങിയിരുന്നോളും കേട്ടോ. ഇങ്ങനെയൊന്നും വലിച്ചു വാരി നമ്മൾ ഇടാനായിട്ട് പാടില്ല. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ പണി കഴിഞ്ഞ് നമ്മുടെ ഇതുണ്ടോ. അപ്പം ഞാനെല്ലാം ഇതേമാതിരി എല്ലാം നമ്മൾ അടുക്കി വെക്കണം. അല്ലെങ്കിൽ നിരന്ന് നമ്മുടെ വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ ചെരുപ്പുകൾ കിടക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്കതൊരു ഭംഗിക്കുറവല്ലേ. അപ്പോളേ നമ്മൾ എടുക്കുന്ന സാധനം എടുക്കുന്നിടത്ത് വെച്ച് ശീലിക്കുക. ഇതുണ്ടോ, ഈ സെറ്റിപ്പനൊക്കെ ഈ മേശപ്പുറത്ത് കിടക്കുന്നു. അപ്പോൾ ഇതിങ്ങനൊന്നും കിടക്കാതിരിക്കാൻ നമ്മൾ ഇതിങ്ങനൊന്നും അലക്ഷ്യമായിട്ട് ഇടാനായിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് സെറ്റിപ്പൻ വെക്കുന്നൊരു ചെറിയ പാത്രമുണ്ട്, നമുക്കതിലേക്ക് കൊണ്ട് ഈ സെറ്റിപ്പൻ ഇട്ട് കൊടുക്കാം. ഇതുണ്ടോ, ഇതിനകത്താണ് ഞാൻ സെറ്റിപ്പനും ചെറിയ ക്ലിപ്പും എല്ലാം കൂടി ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടോ, ചെറിയ ഇതെല്ലാം കൂടി ഇതിലാണ് ഇടുന്നത്. ഇതുണ്ടോ കുട. ഈ കുടയും ഞാൻ ഇവിടെ അല്ല വെക്കുന്നത് കേട്ടോ. ഇന്നലെ മഴയുണ്ടായിരുന്നു, മഴയത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കുട നിവർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കുട ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം നമുക്കിതെടുത്തിട്ട് നമ്മൾ ഈ കുട അതാത് നമ്മൾ എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് അവിടെ വെക്കുക. അല്ലാണ്ട് മേശപ്പുറത്തൊന്നും ഇങ്ങനെ ഇട്ടിട്ട് പോകാനായിട്ട് പാടില്ല കേട്ടോ. ഇതും കുട എടുത്ത് വെക്കട്ടെ. പിന്നെ ഇതിനകത്ത് അതുപോലെ ഈ ഷൂ ഒന്നും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ ട്രാക്കിൽ ഷൂ വെച്ചില്ല. അപ്പോൾ ഇത് ഞാൻ എടുത്ത് അകത്ത് വെച്ചിരിക്കുക കേട്ടോ. അകത്ത് നമ്മൾ റൂമിൽ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇടാതിരിക്കാനായിട്ട് ഞാനൊരു കവറിനകത്തൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇത് ചീത്തയാകാതെ ഇരുന്നോളും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിലെ ബെഡ്, നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മളത് വിരിച്ചിടണം. ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റിലാണ് ചെയ്യേണ്ട ജോലിയായിട്ടോ. ഇതിപ്പം വീഡിയോ പിടിച്ചപ്പോൾ ഞാനിത് രണ്ടാമത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതുണ്ട്, ഇത് നമ്മൾ ഫസ്റ്റിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു ജോലിയാണ് നമ്മുടെ ബെഡ് നന്നായിട്ട് വിരിച്ചിടുക എന്നുള്ളത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ തോന്നും അല്ലേ. വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടനെ നമ്മുടെ ജനലൊക്കെ തുറന്നിട്ട് കട്ടനൊക്കെ നീക്കി ഇടുക. നമ്മുടെ റൂമിനകത്തേക്ക് എയറൊക്കെ കയറണ്ടേ വെളിയിൽ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ വീടൊക്കെ സൂക്ഷിക്കുക. നമ്മുടെ കിച്ചണിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൗ എല്ലാം നല്ല, ഞാൻ നമ്മുടെ അടുക്കള വൃത്തിയായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾക്കകത്ത് ഞാൻ ഈ സംഭവങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഫുള്ള് വീടങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടുക്കളയിലാണെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് നന്നായിട്ട് വൃത്തിയാക്കുക. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് തുടച്ച് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിടുക. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിള് നല്ല ക്ലീനാക്കിയിടുക. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തുടച്ച് നല്ല വൃത്തിയാക്കി ഇടുക. ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടേ കാണാം കുറേ തുണികളും പിന്നെന്തോ കുറേ പാത്രങ്ങളും ഒക്കെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതെല്ലാം വകഞ്ഞ് മാറ്റിയിട്ട് വേണം
ഫുഡ് കഴിക്കാൻ വന്നിരിക്കാനായിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. അപ്പം ഡൈനിങ് ടേബിൾ നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ പറയും ഒന്നിനും ഒട്ടും സമയമില്ല, പിള്ളേരെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അപ്പം അതിനൊന്നും ഒട്ടും സമയമില്ല, അതുകൊണ്ടാണ് വീടിങ്ങനെ കിടക്കുന്നതെന്ന് പറയും. പക്ഷേങ്കിൽ ഒരു കാര്യം, ജോലി ഉള്ളവരും കുഞ്ഞുങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്കും വീട് നോക്കാനായിട്ട് സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിപ്പം നമ്മൾ എന്ത് പറയാനാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് നന്നായിട്ട് വൃത്തിയായി കിടക്കണം എന്ന് നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ പിള്ളേരുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അതിനൊക്കെ നമുക്കൊരു മനസ്സ് വേണം. അങ്ങനെയുള്ളവർ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് എല്ലാം ചെയ്ത് വെക്കുക. അല്ലാണ്ട് നമ്മൾ വീട് ഒരുമാതിരി ഇടുക അല്ല നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഞാനും ഒക്കെ പിള്ളേരും ഒക്കെ ആയിട്ട് വന്നവരാണ്. ഇപ്പോഴല്ലേ പിള്ളേർ വലുതായത്. പിള്ളേർ ഒരാൾക്ക് മൂത്താൾ സ്കൂളിൽ പോകുമ്പോൾ ഇളയാൾ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കും. എന്തെല്ലാം പാടുപെട്ടാൽ നമ്മൾ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ എന്നാലും ഞാനുണ്ടല്ലോ എൻ്റെ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിടും. അപ്പോൾ കുറേ കൂട്ടർ പറയും അതെനിക്ക് ജോലി ഇല്ലാഞ്ഞിട്ടാന്ന് പറയും. ജോലിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഹസ്ബൻഡിന് ജോലിയുണ്ട്, നേരം വെളുത്ത് അവർക്ക് പോകണം, ചോറ് കാപ്പി, പിന്നെ പിള്ളേരെ സ്കൂളിൽ വിടണം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ശരി, ഞാൻ വീടിൻ്റെ കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റാണ്. എനിക്ക് വീട് വൃത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ ഉറക്കം വരത്തില്ല കേട്ടോ. അത് ഇപ്പോഴല്ല, പണ്ടും അങ്ങനെ തന്നെ, എപ്പോഴും അങ്ങനെ തന്നെ, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ. പക്ഷെ വീട് വൃത്തിയാക്കിയിടണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര ജോലി ഉണ്ടെങ്കിലും ശരി ചെയ്തിരിക്കും കേട്ടോ. അതൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അടിപൊളി മഴയാണ്. അവിടെ കിടന്ന് മഴ പെയ്യട്ടെ അല്ലേ. കുറച്ച് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു, ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ മാറിപ്പോവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലമാരി, നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മളെല്ലാം അലമാരിയിൽ തുണി നല്ല ഭംഗിയായിട്ട് എല്ലാം അടുക്കി വെക്കും. അടുക്കി വെച്ചതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും പോകേണ്ട ആവശ്യം വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? അത് അടിയുന്ന ഒരൊറ്റ വലി, അതോടുകൂടി ഈ അടുക്കി വെച്ചതെല്ലാം മറിഞ്ഞ് താഴോട്ട് വീഴും. അതുകൊണ്ട് ഞാൻ പറയണേ, ഈ അടുക്കി വെച്ച തുണി നമ്മൾ അടിയിൽ നിന്ന് വലിക്കുന്നതിന് ചുമ്മാ അങ്ങ് വലിക്കരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ തുണിക്ക് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ അടുക്കി വെച്ചിരിക്കുന്ന തുണിയൊന്നും താഴോട്ട് വീഴത്തില്ല. ഇപ്പം നല്ല അലമാരിയൊക്കെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വല്ലയിടത്തുമൊക്കെ പോയിട്ട് വന്ന് തിരിച്ചു വന്നിട്ട് ഡ്രസ്സ് ഊരിയിടുമ്പോൾ ചിലവർ കാണിക്കുന്ന പരിപാടി എന്താണെന്നറിയോ? ഈ ഡ്രസ്സ് ഊരിയിട്ട് നമ്മുടെ ബെഡിലേക്ക് അങ്ങിട്ടേക്കുക. അതുപോലെ തന്നെ നമ്മൾ കുളിച്ചിട്ട് വന്നിട്ട് നമ്മുടെ തോർത്ത്, നനഞ്ഞ തോർത്ത്, അതൊക്കെ ബെഡിലേക്ക് ഇടുക. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ഇടുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതിനോട് കൂടി അതൊക്കെ നിർത്തുക കേട്ടോ. നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കണമെങ്കിലുണ്ടല്ലോ, നമ്മൾ ഒരാൾ വിചാരിച്ചാൽ പോരാ, വീട്ടിലുള്ള എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ വീട് നല്ല ഭംഗിയായിട്ട് കിടക്കത്തുള്ളൂ. ചിലവർ പറയും പിള്ളേരെ നോക്കണം, ജോലിക്ക് പോകണം, പിന്നെ നമ്മുടെ പാചകം ചെയ്യണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വീട് നോക്കാൻ സമയമില്ല, അതുകൊണ്ട് എൻ്റെ വീട് ഒരുമാതിരിയാണ് കിടക്കുന്നതെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ ഞാൻ അതിനോട് യോജിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വൃത്തിയായി കിടക്കണമെങ്കിൽ നമുക്ക് മക്കളുണ്ടെന്നറിയാം, നമുക്ക് അടുക്കള പാചകം ചെയ്യണമെന്നറിയാം, നമുക്ക് ജോലിക്ക് പോകണമെന്നറിയാം. അപ്പം കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വീട് നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ ഭയങ്കരമായിട്ട് വൃത്തികേടാക്കിയിടുന്ന വീടൊന്നും ഇച്ചിരി നേരം കൊണ്ടൊന്നും നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റത്തില്ല. ദിവസവും നമ്മൾ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടുവാണെങ്കിൽ ദിവസം ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ വീട് നല്ല വൃത്തിയായിട്ടിരിക്കും. പക്ഷേങ്കിൽ ഒട്ടും വൃത്തിയാക്കാതെ ഇട്ടിരിക്കുന്ന വീടാണെങ്കിൽ ഈ 15 മിനിറ്റ് കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ദിവസവും നമ്മൾ വൃത്തിയാക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തിയാൽ മാത്രം മതിയായിരിക്കും. ഈ ഇരുന്ന് മൊത്തം ജോലിയും കൂടെ ഒന്നിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ വീട് തുടയ്ക്കും അല്ലേ, തൂത്തുവാരി നമ്മൾ തുടയ്ക്കും. എൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഞാൻ തുടയ്ക്കാറില്ല. എല്ലാ ദിവസവും തൂത്തുവാരും, പക്ഷെ തുടയ്ക്കാറില്ല. ഇപ്പം എനിക്ക് ഇവിടെ പ്രസന്ന എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്, അത് വന്ന് എനിക്ക് തുടച്ച് തരുന്നതെന്ന്. അപ്പം ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രമേ തുടപ്പിക്കാറുള്ളൂ കേട്ടോ. അല്ലാണ്ട് എന്നും ഇവിടെ തുടയ്ക്കാറില്ല. ഇവിടെ എന്നും തുടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ സിറ്റ് ഔട്ടും ഹോളും മിക്ക ദിവസവും തുടയ്ക്കാറുണ്ട്. പിന്നെ കാല് വയ്യാത്തതിൻ്റെ പേരിലാണ് അതിന് മുന്നൊക്കെ ഞാൻ തന്നെത്താനെയാണ് ഈ വീട് തുടച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പക്ഷേ ഈ കാലിന് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ തുടപ്പ് നിർത്തിയിട്ടാണ് ഞാൻ പ്രസന്നയെ ഏൽപ്പിച്ചത് കേട്ടോ. അങ്ങനെ വയ്യാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ തന്നെ ചെയ്യുന്നതാണ്.
എനിക്ക് ഇഷ്ടം കേട്ടോ. പിന്നിപ്പം നമുക്ക് വയ്യാതെ വരുമ്പോൾ ഇപ്പൊ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരം എല്ലാ ദിവസവും വീടിന്റെ പരിസരം ഒന്ന് തൂത്തുവാരിയൊക്കെ ഇടുക. അപ്പൊ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അത് കാണാനും ഒരു ഭംഗിയാണ്. അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഓ ഇവക്ക് വൃത്തിയൊന്നുമില്ല, ഇവള് തൂക്കത്തുമില്ല വാർത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് ദിവസവും നമ്മളത് തൂത്തുവാരി ശീലാക്കി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിന്നെ നമ്മൾ തൂത്തുവാരും. ദിവസവും തൂത്തുവാരാത്തവരുണ്ട് മിറ്റം, എനിക്കറിയാം. ചെല്ലുമ്പോഴത്തേക്കും ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും അയ്യോ ഈ വീട്ടിൽ താമസം ഉണ്ടോ എന്ന് പോലും തോന്നിപ്പോകും. അതുപോലെ കരിയിലയായിട്ടൊക്കെ കിടക്കുന്ന ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. പിന്നെ ചില വീട്ടിൽ ചിലവർക്ക് വയ്യാത്തവരായിരിക്കും, അതൊക്കെ. ആരോഗ്യമുള്ള വീട്ടിലും ഇതൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ട്. നമ്മളിത് കണ്ടിട്ട് പോരുന്നല്ലാണ്ട് നമ്മളതിന് അഭിപ്രായമൊന്നും പറയാൻ നിൽക്കാറില്ല. കാരണം നമ്മളെന്തിനാ വല്ല വീട്ടിലും ചെന്ന് അഭിപ്രായം പറഞ്ഞിട്ട് അവരുടെ വായിലിരിക്കുന്ന കേട്ടിട്ട് വരേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വീട് കിടക്കും. ഇപ്പൊ നമ്മൾ വീട്ടമ്മമാർ തന്നെ വീട് വൃത്തിയാക്കിയിടണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഹസ്ബൻഡിന് ജോലിയുണ്ട്, മക്കൾക്ക് സ്കൂളിൽ പോകണം അല്ലെങ്കിൽ കോളേജിൽ പോകണം, അവരൊക്കെ പുറത്ത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിക്കുന്ന മക്കളല്ല, അവർക്കൊന്നും അപ്പൊ സമയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന നമ്മൾ തന്നെ എല്ലാം അങ്ങ് ചെയ്യും. നമുക്ക് ആരോടും മത്സരമില്ലല്ലോ. എന്നെ സംബന്ധിച്ച് നീ അത് അത് ഞാൻ ഇപ്പൊ ഞാൻ രവിചേട്ടൻ അത് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിത് ചെയ്യത്തുള്ളൂ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്നാൽ കഴിവത് ഞാൻ തന്നെത്താനെയാണ് ചെയ്യുന്നത്. എനിക്ക് ആരോടും ഒരു മത്സരം ഇല്ല കേട്ടോ. നമ്മുടെ ജോലി നമ്മൾ തന്നെ ചെയ്യുക അല്ലേ. നമ്മൾ ജോലി ചെയ്ത് നടക്കുമ്പോൾ കിട്ടുന്ന ആരോഗ്യം നമുക്ക് ജോലി ചെയ്യാതിരിക്കുമ്പോൾ കിട്ടില്ല. നമ്മൾ വെറുതെ ഒരിടത്ത് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം മൊത്തം ക്ഷയിച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് വെറുതെ ഇരിക്കരുത് കേട്ടോ ആരും. എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്ത് എടുക്കുക. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന കാര്യം വീട് വൃത്തിയാക്കുന്നതിനെ കുറിച്ചായിരുന്നു. അപ്പൊ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ തല്ലാൻ ആരും വരണ്ട കേട്ടോ. നെഗറ്റീവ് പറയുന്നവരുണ്ട്. പിന്നെ അത് അജിത ചേച്ചിക്ക് ജോലിയില്ലാതെ വീട്ടിൽ കുത്തിയിരുന്നിട്ടാണ് വീട് വൃത്തിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ എപ്പോഴും സമയം കിട്ടുന്നത്. ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല എന്ന് പറയുന്നവരുണ്ട്. അവരോടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ളവർ ഒരു ശകലം നേരത്തെ കഴിഞ്ഞൊരു വീട് വൃത്തിയാക്കുക, അല്ലെങ്കിൽ സൺഡേ എന്നൊരു ദിവസം കിട്ടുമ്പോൾ കുറച്ച് നേരം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദിവസവും ഉണ്ടല്ലോ ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കത്തില്ല. ഇപ്പൊ അല്ലാണ്ട് ഈ ഒട്ടും വൃത്തിയാക്കാതെ ഇട്ടിരിക്കുന്ന വീടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് വൃത്തിയാക്കാനായിട്ട്. പിന്നെ നടുവും വയ്യ പുറവും വയ്യ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. എന്നും വൃത്തിയാക്കുന്ന വീട്ടിലാണെങ്കിൽ വലിയ പാടൊന്നുമില്ല, 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്നും വൃത്തിയാക്കുന്ന വീടാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഇപ്പൊ ഒരു തല ചീകിട്ട് ചിലപ്പോൾ നമ്മൾ ആ ടേബിളിൽ വെച്ചിരിക്കുകയായിരിക്കും. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് അത്രയൊക്കെ ജോലികളൊക്കെ നമുക്ക് കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദിവസവും നമ്മളാൽ കഴിയുന്നത് ചെയ്യുക. അപ്പൊ നമ്മുടെ വീട് നമ്മൾ വൃത്തിയായിട്ടിരിക്കും കേട്ടോ. എനിക്ക് വീട് ശരിക്കും പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കണം. ഈ വീട് എൻ്റെ ഈ വീട് വെച്ചിട്ട് 26 വർഷമായ വീടാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല 26 വർഷമായ വീടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറെ പേരുണ്ട് പിന്നെ ഞാൻ ചുമ്മാ പറയുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനല്ല, നമ്മളത് വൃത്തിയാക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ വീടിന്റെ ഇത്. ശരിയല്ല. അല്ലാണ്ട് വീടിന്റെ വലിപ്പത്തിലും ചെറുപ്പത്തിലും ഒന്നുമല്ല കാര്യം ഇരിക്കുന്നത്. വീട് നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കുക. ഇനി പറഞ്ഞ് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യുക. പുതിയതായി ചാനൽ കാണുന്നവര് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.